നോക്കാം. ഒന്ന്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ഒന്ന്, ജമാഅത്തായി നിസ്കരിക്കുന്നതിന് എത്ര ദറജ പ്രതിഫലമുണ്ട്? 27. 2, ഇസ്ലാമിൻ്റെ സമത്വവും സാഹോദര്യവും വ്യക്തമാക്കുന്ന നിത്യമുള്ള ഒരു കർമ്മം ജമാഅത്ത് നിസ്കാരം. 3, ഇശാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ പ്രായശ്ചിത്തമായി 27 തവണ ഇശാ നിസ്കരിച്ച മഹാൻ ഉബൈദുല്ലാഹി ഉമറുൽ ഖവാരി റളിയല്ലാഹു അൻഹു. 4, ഒരു നാട്ടിൽ ഫർദ് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ വിധി ഫർദ് കിഫായ. അടുത്തവർക്ക് നുജീബ് ഉത്തരം എഴുതാം. 1, ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ച് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? കപടവിശ്വാസിയോ രോഗിയോ അല്ലാതെ അത് ഒഴിവാക്കില്ല. കപടവിശ്വാസിയോ രോഗിയോ അല്ലാതെ അത് ഒഴിവാക്കുകയില്ല. 2, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തവന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്ക്? വീട്ടിൽ നിന്ന് വുളു എടുത്ത് ജമാഅത്തിന് പോകുന്നവന്. 3, പങ്കെടുക്കൽ കറാഹത്തുള്ള ജമാഅത്ത് ഏത്? ഇമാമ് ബിദ്അത്തുകാരനോ ഫാസിഖോ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നിർബന്ധമില്ലെന്ന് വിശ്വസിക്കുന്നവനോ ആണെങ്കിൽ അത്തരം ജമാഅത്തിൽ പങ്കെടുക്കൽ കറാഹത്താണ്. ഇമാമ് ബിദ്അത്തുകാരനോ ഫാസിഖോ നിസ്കാരത്തിന്റെ ഷർത്തുകൾ അല്ലെങ്കിൽ ഫർദുകൾ നിർബന്ധമില്ലെന്ന് വിശ്വസിക്കുന്നവനോ ആണെങ്കിൽ അത്തരം ജമാഅത്തിൽ പങ്കെടുക്കൽ കറാഹത്താണ്. 4, കുറഞ്ഞ ആളുകളുള്ള ജമാഅത്തിനാണ് ശ്രേഷ്ഠം. എപ്പോൾ? ഇമാം അറിവ്, സൂക്ഷ്മത, തഖ്വ തുടങ്ങിയ കാരണങ്ങളാൽ ഇമാമത്തിന് കൂടുതൽ യോഗ്യനാണെങ്കിൽ. 5, ജമാഅത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഒരാൾ തന്റെ മുസല്ലയിൽ ജമാഅത്തിനെ കാത്തിരിക്കുന്ന സമയമെത്രയും അവൻ നിസ്കാരത്തിലായിരിക്കും. മലക്കുകൾ അവനു വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഇദ്ദേഹത്തിന് പൊറുക്കണമേ, ഇദ്ദേഹത്തോട് കരുണ കാണിക്കണമേ. അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നത് വരെയോ അദ്ദേഹത്തിന്റെ വുളൂ നഷ്ടപ്പെടുന്നത് വരെയോ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. 6, ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കും എപ്പോൾ? ഇമാം സലാം വീട്ടുന്നതിന്റെ മുമ്പ് തുടർന്നാൽ. 7, ഒരിക്കൽ നിർവഹിച്ച ഫർദ് നിസ്കാരം വീണ്ടും നിസ്കരിക്കൽ സുന്നത്താകുന്നതിനുള്ള നിബന്ധനകൾ എന്തെല്ലാം? ജമാഅത്തായി മടക്കുക, ആ നിസ്കാരത്തിന്റെ സമയത്ത് തന്നെയാവുക, ഒരു തവണ മാത്രമാവുക, ഫർദ് എന്ന നിയ്യത്തോടു കൂടെയാവുക. 8, 2 സുരക്ഷിതത്വമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്ക്? തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്ന രൂപത്തിൽ 40 ദിവസം ജമാഅത്തായി നിസ്കരിക്കുന്നവന്. 9, മസ്ബൂക്ക് അറിയാതെ വജ്ജഹത്ത് ഓതിപ്പോയാൽ എന്തു ചെയ്യണം? ഇമാം റുകൂഇൽ പോയ ശേഷം അവൻ ചൊല്ലിയ ഖദർ ഫാത്തിഹയിൽ നിന്നും ഓതിയതിനു ശേഷമേ റുകൂഇലേക്ക് പോകാവൂ. അടുത്തവർക്ക് തഖ്സീസ് അസൈൻമെന്റ് എഴുതാനാണ്. ഉബൈദുല്ലാഹിബ്നു ഉമറുൽ ഖവാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചാണ്. ഒരു നാട്ടിൽ ഷിആർ പ്രകടമാകുന്ന നിലക്ക് ജമാഅത്ത് നിസ്കാരം നിർവഹിക്കൽ ഫർദ് കിഫയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കപടവിശ്വാസിയോ രോഗിയോ അല്ലാതെ അത് ഒഴിവാക്കുകയില്ല. ജമാഅത്ത് നിസ്കാരത്തിന് 27 ദറജ പ്രതിഫലമുണ്ട്. വീട്ടിൽ നിന്ന് വുളൂ എടുത്ത് ജമാഅത്തിന് പോകുന്നതിന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തവന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മസ്ജിദിലേക്കുള്ള ദൂരം കൂടുന്തോറും പ്രതിഫലം വർദ്ധിക്കും. മസ്ജിദിലെത്തി ജമാഅത്തിനായി കാത്തിരിക്കുന്ന സമയമെത്രയും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ മുസല്ലയിൽ ജമാഅത്തിനെ കാത്തിരിക്കുന്ന സമയമെത്രയും അവൻ നിസ്കാരത്തിൽ ആയിരിക്കും. മലക്കുകൾ അവനു വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഇദ്ദേഹത്തിന് പൊറുക്കണമേ, ഇദ്ദേഹത്തോട് കരുണ ചെയ്യണമേ. അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നത് വരെയോ അദ്ദേഹത്തിന് വുളൂ നഷ്ടപ്പെടുന്നത് വരെയോ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഞാനൊരു ചരിത്രം പറയാം. ഉബൈദുല്ലാഹി ഉമറുൽ ഖവാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ വീട്ടിൽ വന്ന അതിഥിയെ സൽക്കരിക്കുന്ന തിരക്കിൽ ഇശാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. ഉടൻ അദ്ദേഹം ഓടിയെങ്കിലും ജമാഅത്ത് ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി ആ നാട്ടിലെ മുഴുവൻ പള്ളികളിലും പോയി നോക്കി. പക്ഷേ എല്ലായിടത്തും നിസ്കാരം കഴിഞ്ഞു, മസ്ജിദുകൾ അടച്ചിരിക്കുന്നു.
ദുഃഖിതനായി വീട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് 27 തവണ ഇശാ നിസ്കരിച്ചു കിടന്നുറങ്ങി. ആ ഉറക്കിൽ അദ്ദേഹം ഒരു സംഘത്തിന്റെ കൂടെ കുതിര സവാരി ചെയ്യുന്ന സ്വപ്നം കണ്ടു. ആ സംഘം മുഴുവൻ മുന്നിലും അദ്ദേഹം അവർക്ക് പിന്നിലും ആയിരുന്നു. അദ്ദേഹം തന്റെ കുതിരയെ എത്ര സ്പീഡിൽ ഓടിച്ചിട്ടും അവരുടെ അടുത്തെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവരിൽ ഒരാൾ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി പറഞ്ഞു, താങ്കൾ കുതിരയെ എത്ര പ്രയാസപ്പെടുത്തിയാലും ഞങ്ങളുടെ കൂടെ എത്താൻ കഴിയുകയില്ല. കൊണ്ടാണ് സാധിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു, കാരണം ഞങ്ങൾ ഇന്ന് ഇശാ ജമാഅത്തായിട്ടും നിങ്ങൾ ഒറ്റക്കുമാണ് നിസ്കരിച്ചത്. ഇത് കേട്ട് ദുഃഖിതനായി അദ്ദേഹം ഉറക്കമുണർന്നു. നമ്മൾ പരമാവധി ജമാഅത്ത് നിലനിർത്താൻ ക്ഷമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം വിവരിച്ച ഹദീസുകൾ ക്രോഡീകരിക്കുക. 1. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നത് 20 ഇരട്ടി പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ ഹദീസ്, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ യുദ്റകു തക്ബീറത്തുൽ ഇഹ്റാം. ഒരാൾ 40 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു, തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്ന നിലക്ക്. എന്നാൽ കുത്തിബ ലഹു ബറാഅത്താനി, അദ്ദേഹത്തിന് 2 മോചനങ്ങളുണ്ട്. 1 ബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനവും, ബറാഅത്തു മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനവുമാണ്. മൂന്നാമത്തെ ഹദീസ്, മൻ തവല്ലഅ ലില്ലാഹി ഫഅസ്ബഗൽ വുദു സുമ്മ മശാ ഇല സ്വലാത്തി അൽ മക്തൂബത്തി ഫസല്ലാഹ മഅൻ നാസ്. ആരെങ്കിലും വുദു പൂർത്തിയാക്കി ചെയ്ത്, അതായത് അതിന്റെ സുന്നത്തുകളും എല്ലാം പരിഗണിച്ച് ഒരാൾ വുദു എടുത്ത് ഫർദ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നുപോയി, ഫസല്ലാഹ മഅൻ നാസ് ഔ മഅൽ ജമാഅ, ആളുകളോടൊപ്പം അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ, ഗഫറല്ലാഹു ലഹു ദുനൂബഹു, അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. നാലാമത്തത്, മൻ തതഹറ ഫീ ബൈതിഹി സുമ്മ മശാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി ലിയഖ്ദിയ ഫരീളത്തൻ മിൻ ഫറാഇലില്ലാഹ്. ആരെങ്കിലും വീട്ടിൽ വെച്ച് ശുദ്ധീകരിച്ച് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് നടന്നുപോയി ഫർദ് നിസ്കരിക്കാൻ വേണ്ടി നടന്നുപോയാൽ, കാനത്ത് ഖതവാതുഹു ഇഹ്ദാഹുമാ തഹുദ്ദു ഖതീഅത്തൻ വൽ ഉഖ്റാ തർഫഉ ദറജ. അവന്റെ ഓരോ 2 ചവിട്ടടികളും അത് ഒരു ദോഷം മായ്ച്ചു കളയുന്നതാണ്, ഒരു ദറജ അവനെ ഉയർത്തിക്കളയുന്നതാണ്. അഞ്ചാമത്തത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ വലാ ബദുവിൻ ലാ തുഖാമു ഫീഹിമുസ് സ്വലാത്തു ഇല്ലാ ഖദ് ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ ഫഅലൈക്കും ബിൽ ജമാഅ ഫഇന്നമാ യഅകുലു الذئب മിനൽ ഗനമിൽ ഖാസിയ. 3 ആളുകളുള്ള ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു മലഞ്ചെരുവ്, അവിടെ ജമാഅത്ത് നടക്കുന്നില്ലെങ്കിൽ അവരുടെ മേൽ ശൈത്താൻ ആധിപത്യം സ്ഥാപിക്കും. അതുകൊണ്ട് ഫഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്ത് മുറുകെ പിടിക്കുക. ഫഇന്നമാ യഅകുലു الذئب, ചെന്നായ ഭക്ഷിക്കുന്നത്, മിനൽ ഗനം, ആടുകളിൽ നിന്ന്, അൽ ഖാസിയ, ഒറ്റപ്പെട്ടതിനെയാണ്. ആറാമത്തത്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മലായികത്തു തുസല്ലി അലാ അഹദിക്കും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി. ഒരാൾ നിസ്കരിച്ച് അദ്ദേഹത്തിന്റെ മുസല്ലയിൽ ഇരിക്കുന്ന ആ സമയത്തോളം, ഉളൂ മുറിയാത്ത സമയത്തോളം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. തഖൂൽ, മലക്കുകൾ പറയും, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹു അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹു നീ അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണേ, കരുണ ചെയ്യണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.